എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എത്ര നന്മകൾ ചെയ്തവൻ മറക്കല്ലേ ഒരു നാളും മനമേ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 20-ാമത് വാക്യം. നിഷ്ഠൂരന് വച്ചിരിക്കുന്ന ആണ്ടുകൾ തികയുവോളം അവൻ അതിവേദനയിൽ ഇരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ ഓർപ്പിക്കുന്നത് അനീതിയും തിന്മയും ദുഷ്ടതയും പ്രവർത്തിക്കുന്നവരുടെ ആയുഷ്കാലം എത്രയെന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല എന്നുള്ളതായ പ്രസ്താവനയാണ്. നാം 36, 37 സങ്കീർത്തനങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ തിന്മ പ്രവർത്തിക്കുന്നവരുടെയും ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെയും അനുഭവങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. 37-ാം സങ്കീർത്തനം 2-ാം വാക്യം, അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു എന്നതാണ്. 10-ാം വാക്യവും പറയുന്നുണ്ട്, കുറഞ്ഞൂന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല, നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. തിന്മയും ദുഷ്ടതയും കൈമുതലാക്കിക്കൊണ്ട് ജീവിച്ചു വരുന്നതായ വ്യക്തികളെ സംബന്ധിച്ച് ഒരു പുല്ല് ഉണങ്ങിപ്പോകുന്നത് പോലെ, ഒരു പച്ചച്ചെടി വാടിപ്പോകുന്നത് പോലെ ഇന്ന് കണ്ടിട്ട് നാളെ കാണുവാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ മാത്രമാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നാം ശമൂവേലിന് എഴുതിയ 2-ാം പുസ്തകം 18-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയാൽ ദാവീദിൻ്റെ മകനായിരിക്കുന്ന അബ്ശാലോമിനെക്കുറിച്ച് അവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. ശമൂവേലിന് എഴുതിയ 2-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്കുകൾ വായിക്കുമ്പോൾ ദാവീദ് അറിയാത്തതും ദാവീദിനോട് പറയാത്തതുമായ കാര്യങ്ങൾ ദാവീദിൻ്റെ നേരെ ഉന്നയിച്ചുകൊണ്ട് അബ്ശാലോം തിന്മ പ്രവർത്തിക്കുകയും തൻ്റെ ദുഷ്ടഹൃദയത്തിനകത്ത് ദാവീദിനെ വകവരുത്തി രാജ്യത്തിൻ്റെ രാജാവാകുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. താൻ ആളുകളെ ഒരുക്കിക്കൊണ്ട് തൻ്റെ അപ്പനായ ദാവീദിനോട് പോഷ്ക് പറഞ്ഞിട്ട് താൻ കടന്നുപോകുകയും രാജാവാകുകയും ചെയ്യുകയുണ്ടായി. ആ തലത്തിൽ തനിക്കിനി മുൻപോട്ട് ജീവിക്കാമെന്ന് ചിന്തിച്ചെങ്കിലും 18-ാം അധ്യായത്തിനകത്ത് കടന്നു വരുമ്പോൾ കടന്നു വരുന്ന ജനത്തെ പേടിച്ച് അബ്ശാലോം ഓടിപ്പോകുവാനായിട്ട് പരിശ്രമിച്ചു. താൻ കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത കൊമ്പുകൾ തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരിവേലകത്തിന് കീഴിലെത്തി അവൻ്റെ തലമുടി കരിവേലകത്തിന്മേൽ പിടിക്കപ്പെടുകയും അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കപ്പെടുകയും ചെയ്തു എന്നതാണ്. അബ്ശാലോമിൻ്റെ തിന്മയാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് തൻ്റെ ജീവൻ നഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നതെന്ന് നാം മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇയ്യോബും പറയുകയാണ്, ദുഷ്ടത അബ്ശാലോമിന് സംഭവിച്ചതുപോലെ ഏത് സമയത്തും
നമ്മുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം നന്മ പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഉത്സാഹിക്കാം. അതിനായി നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ അപ്പനെ പറ്റിച്ച്, ഞങ്ങൾ നേതൃത്വത്തെ പറ്റിച്ച്, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പറ്റിച്ച് ശ്രേഷ്ഠരാകുവാൻ വേണ്ടി ദുഷ്ടത ചിന്തിക്കുന്നവരും ദുഷ്ടത പ്രവർത്തിക്കുന്നവരുമായി തീരുകയും അബ്ശാലോമിനെ പോലെ തകർന്നടിയുന്നവരായി തീരുകയും ചെയ്യാതെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.